പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ നിരന്തരമായി പല ഡോക്ടർമാരെയും പല രീതിയിലുള്ള ചികിത്സകളും ജീവിതത്തിൽ നേരിടുന്ന രോഗങ്ങൾ, അതിൽ തന്നെ മാനസികമായ രോഗങ്ങൾ, ശാരീരികമായ രോഗങ്ങൾ, പൈശാചികമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ കടം, വീടിൻ്റെ പ്രശ്നം, മക്കളുടെ പ്രശ്നം, ചുറ്റുപാടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പല സ്ഥലത്തും പോയി പരിഹാരം ലഭിക്കാതെ അവസാനം നിരാശരാകുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പിടുത്തവുമില്ലാത്ത ഒരുപാട് ആളുകൾ. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം, അതിനിടയിൽ ഓരോ ആളുകളുടെ സംസാരം, നമുക്ക് അന്നം തന്നത് അറബി രാജ്യങ്ങളാണ്, ദുബായ് ഇല്ലെങ്കിൽ നമ്മൾ എന്താകും, നമ്മുടെ അന്നം മുട്ടിപ്പോകുമോ, ഇന്ത്യ ഒന്നുമല്ലാതെ ആകുമോ, ഇവിടുത്തെ ആളുകളുടെ യഥാർത്ഥ വരുമാനം എന്ന് പറയുന്നത് അറബി രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പം അതില്ലെങ്കിൽ ഇവിടെ മലയാളികൾക്കൊന്നുമില്ല. ആകെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ. വിവരമുള്ള ആളുകൾ പോലും ഇവിടുത്തെ സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരും, ഇവിടുത്തെ മദ്രസകൾ നടക്കില്ല, പള്ളികൾ അടച്ചു പൂട്ടേണ്ടി വരും, ഇവിടുത്തെ അങ്ങാടികൾ, മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നിലച്ചു പോകും. ഇപ്പോൾ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നമാണ്, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്ന രീതിയിൽ മനുഷ്യൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രീതിയിൽ, നിരാശനാക്കുന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനൊന്നും ആവശ്യമില്ല. കാരണം മനുഷ്യൻ ഈ ദുബായിലേക്കും അറബി രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പഴയ ആളുകൾ, നിങ്ങൾക്കൊക്കെ പഴയ ആളുകൾ ചോദിച്ചാൽ അറിയാം, സിലോണിലേക്കും സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും മുംബൈയിലേക്കും അതുപോലെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി, ലണ്ടനിലേക്കും ഒക്കെ പോയി ജോലി ചെയ്ത് അവൻ ജീവിതത്തിൻ്റെ വഴികൾ കണ്ടെത്തിയവരാണ്. ഇനിയിപ്പോൾ അറബി രാജ്യങ്ങൾ പോകാൻ പറ്റാത്ത അവസാനം മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. ഇത് ഇന്ത്യയിൽ തന്നെ ധാരാളം സംവിധാനങ്ങളുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് ഏത് കാലത്തും ഏത് സ്ഥലത്തും അവൻ ഏത് കാലാവസ്ഥയും അവൻ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയ കാലത്ത് വസ്ത്രങ്ങളൊന്നുമില്ല, ഇതുപോലുള്ള ഒരു സംവിധാനങ്ങളില്ല, വാഹനങ്ങളോ പിന്നെ വൈദ്യുതി സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് മനുഷ്യൻ ഇലകൾ ഉപയോഗിച്ച് നഗ്നത മറക്കാൻ, അവനിക്ക് ആ ബേസിക് ആവശ്യമുള്ളത് വെള്ളം, അത് ഭൂമിയിൽ നിന്ന് കിട്ടും. അവനിക്ക് ഭക്ഷിക്കാൻ ആവശ്യമുള്ള കൃഷി ചെയ്താൽ ഭൂമിയിൽ കിട്ടും, മത്സ്യങ്ങൾ കടലിൽ നിന്ന് കിട്ടും. എല്ലാ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ അള്ളാഹു ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല, നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടല്ല തരുന്നത്. എല്ലാ ജീവികൾക്കും ഉള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നത് തടയാൻ കഴിയില്ല. അതിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ വരവേൽപ്പിക്കുക. അതിൽ നിരാശപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഗൾഫില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ അധ്വാനിക്കുന്നു, അവർക്കും അതിൻ്റെ ഉപകാരമുണ്ട്, അവരോട് നന്ദി വേണം. അതുപോലെ നമുക്കും അതിൻ്റെ ഉപകാരമുണ്ട്, അത് എവിടെ പോയാലും നമുക്കത് ലഭിക്കും. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങനെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കേണ്ടതില്ല, അങ്ങനെ പോകേണ്ടതില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഈ പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ മശായിഖന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു, നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ, ഇത് ഉസ്താദന്മാർക്കും പറ്റും, വിദ്യാർത്ഥികൾക്ക് പറ്റും, അതുപോലെ സ്ത്രീകൾക്ക് പറ്റും, കുട്ടികൾക്ക് പറ്റും, പിന്നെ കല്യാണം ശരിയാവാത്ത ആളുകൾ, രോഗമുള്ള ആളുകൾ, മാനസിക പ്രശ്നമുള്ള ആളുകൾ, കടമുള്ള ആളുകൾ, വീട് ആവശ്യമുള്ള, ഇങ്ങനെ പല ലക്ഷ്യങ്ങളും മനസ്സിലുള്ള ആളുകൾക്ക് ഇത് പറ്റും. ഇത് നിങ്ങളെ ഒരു റൂട്ടിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോൾ രോഗം വന്നാൽ ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഒരു ഐഡിയ ഇല്ലാത്ത പോലാകും. എന്നാൽ ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരിഹാരം എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടത്തേക്ക് നിങ്ങൾ എത്തിപ്പെടും. അതാണ് ഈ ഒരു ദിക്റിൻ്റെ, ഈ ഒരു വിറുദിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് പോലെ ചിട്ടകൾ പാലിക്കണം, അദബുകൾ പാലിക്കണം. ഒരുപാട് ദിക്റുകൾ, ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് എന്തൊക്കെയോ ചികിത്സകൾ നടത്തി, അതുകൊണ്ട് കാര്യമില്ല. അത് കൃത്യമായി ചെയ്യേണ്ട രൂപത്തിൽ ഞാൻ പറയുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ, അത് നമ്മുടെ ശേഖന്മാർ നമുക്ക് തരുമ്പോൾ അതിൻ്റെ ആദാബുകൾ കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഞാൻ പറയുന്ന ദിക്റുകൾ അത് നിങ്ങൾ ചൊല്ലാനുള്ള സമയം, ഒന്നിരിക്കലോ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ആ സമയം, അത്താഴ സമയം, അല്ലെങ്കിൽ സുബ്ഹി നിസ്കരിച്ചതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും നിസ്കാരങ്ങൾക്ക് ശേഷം, ഇനി ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ്. നല്ലത് നിങ്ങളുടെ വീട്ടിൽ, ഇപ്പോൾ വീട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പല വീട്ടിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ, ഒരു സുഖം കിട്ടുന്നില്ല, എല്ലാ ആളുകൾക്കും രോഗമാണ്, മക്കൾക്ക് പ്രയാസമാണ്, പിന്നെ മക്കൾക്ക് ജോലി ഉണ്ടായാൽ തന്നെ ഒരു വരുമാനം അതൊന്നും മതിയാകാത്തൊരവസ്ഥ, അവിടെ പ്രശ്നമാകുമ്പോൾ ഇവിടെ പ്രശ്നമാണ്. ഇതൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇതൊക്കെ പതിവായി ചെല്ലുന്ന
സമയം എന്ന് പറയുന്നത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ ഇരുത്തി. അപ്പോൾ കുട്ടികൾക്ക് ഹോംവർക്കുകൾ ഉണ്ടാവും, മദർസൻ്റെ എഴുതാനുണ്ടാവും, സ്കൂളിലൊക്കെ എഴുതാനുണ്ടെങ്കിലും ആദ്യം മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ എല്ലാ കുട്ടികളെ കൂട്ടി, നിങ്ങളെ വീട്ടിൽ എത്ര ആളുകളുടെ അവരൊക്കെ കൂട്ടി വുളൂ ചെയ്ത് നല്ല വൃത്തിയാക്കി അവിടെ ഇരുന്ന് ഈ ദിക്ർ കുറച്ച് സമയം ഉണ്ടാവും ഇത് ചൊല്ലുക, പതിവാക്കുക. വലിയ വിജയം അല്ലാഹു നൽകും, സംശയമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വുളൂ എടുക്കുക, നല്ല വസ്ത്രം ധരിക്കുക, ഖിബ്ലയിലേക്ക് മുന്നിടുക, സംസാരിക്കാൻ പാടില്ല, ഇതിനിടയിൽ സംസാരം പാടേയില്ല, നല്ല കരുത്തോടുകൂടെ ചൊല്ലണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഫാത്തിഹ ആദ്യം പോകുന്നത്. ഫാത്തിഹ ഒരുപാട് നിങ്ങളെ സാധാരണഗതിയിൽ പല ആളുകൾക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തുടങ്ങി അമ്പിയാക്കൾ, മുർസലീങ്ങൾ, മലക്കുകൾ, മഹാന്മാർ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അതുപോലെ നിങ്ങളുടെ കുടുംബം, പിന്നെ ഉലമാക്കൾ, നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചു പോയ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് മരിച്ചു പോയ ആളുകൾ, സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, ഇങ്ങനെ ഉദ്ദേശിച്ച് ഒരു ഫാത്തിഹ ഓതി, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് 3, ഫലഖ് നാസ് ഓതിയതിൻ്റെ ശേഷം നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇങ്ങനെ സാവധാനം 11 വട്ടം, കൂടുതലൊന്നുമില്ല. ഇത് പള്ളികളിലും നിങ്ങൾക്ക് പതിവാക്കാവുന്നതാണ്. പള്ളികളിൽ സ്വലാത്തില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇത് പതിവാക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം 11 വട്ടം. അത് കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹിന്റെ മദ്ഹ്, അതിന്റെ ഫദ്ല് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വലിയ തുറവടി, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നുള്ള വഴികളൊക്കെ തുറക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ 100 വട്ടം അല്ലെങ്കിൽ 70 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. തെറ്റിയതാണെന്നില്ല. ഇസ്തിഗ്ഫാർ വലിയ ഇഷ്ടമുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. കണ്ടില്ലേ, ഇസ്തിഗ്ഫാർ ചൊല്ലണം. അപ്പോൾ 11 വട്ടം ചൊല്ലാം ഇത് നല്ല വൃത്തി. അത് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലേണ്ടത് നിങ്ങൾ സാധാരണ ചൊല്ലുന്ന പോലെ ചൊല്ലല്ല വേണ്ടത്, വളരെ വൃത്തിയിൽ സാവധാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ വളരെ സാവധാനത്തോടുകൂടി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം ചില കുട്ടികൾ 10ാം ക്ലാസ് എത്തിയ കുട്ടികൾക്ക് വരെ ചോദിച്ചാൽ കിട്ടുന്നില്ല. കാരണം പഠിച്ചിട്ടുണ്ടാവും, മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ അതറിയണം. യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല. യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല, ഒരു ഇലാഹും ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ സാവധാനത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് 11 വട്ടം. ഇസ്തിഗ്ഫാർ 11, തഹ്ലീൽ 11. അത് കഴിഞ്ഞാൽ എല്ലാം ഉൾക്കൊണ്ടൊരു ദിക്റാണ്. അതിൽ സുബ്ഹാനല്ലാഹ് ഉണ്ട്, അൽഹംദുലില്ലാഹ് ഉണ്ട്, അല്ലാഹു അക്ബർ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണെന്ന് പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അതുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 11 വട്ടം ഇതും ചൊല്ലാം. വളരെ സാവധാനത്തോടുകൂടെ ചൊല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സ്വലാത്ത് ഏതും ചൊല്ലാം. ഇബ്രാഹിമിയ സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ചൊല്ലാം. അപ്പോൾ ഈ സ്വലാത്ത് എന്ന് പറയുന്നത് ഒരുപാട് വലിയ വലിയ മഹത്തുക്കൾ, മഹാന്മാർ ഇജാസത്ത് കൊടുക്കുന്ന സ്വലാത്താണ് ചൊല്ലാൻ വേണ്ടി. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ സ്വലാത്തുണ്ട്, സലാമുണ്ട്, നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, നിങ്ങളുടെ സ്വഹാബത്തിൻ്റെ മേലും ഇതിൽ സ്വലാത്തുണ്ട്. അപ്പോൾ ചെറിയ സ്വലാത്തും കൂടിയാണ്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം 11 വട്ടം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. നിങ്ങൾ എന്താണ് ആവശ്യം തീർച്ചയായും അതിലേക്ക് എത്തും, ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞതുപോലെ രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുക. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ടാകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ആളുകളിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരും ഇത് ചൊല്ലട്ടെ, അവർക്കും അല്ലാഹു പരിഹാരം നൽകട്ടെ, നമുക്കും അല്ലാഹു പരിഹാരം നൽകും ഇൻഷാ അല്ലാഹ്.